നമ്മുടെ ഫോണിന്റെ ഒരു വലിയ പ്രശ്നമാണ് വളരെ സ്ലോ ആവുന്നത്, അതായത് ഹാങ് ആവാൻ സാധ്യതയുള്ളത്. ഈ ഫോൺ സ്ലോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വല്ല ആപ്പിലൊക്കെ ഓപ്പൺ ചെയ്യാൻ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് മാത്രമായിരിക്കും ഓരോ ആപ്പുകളൊക്കെ ഓണായി വരുന്നത്. ഇത് ചെയ്യുവാനായിട്ട് ഒരു സീക്രട്ട്, ഒരു സൂത്രപ്പണി നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് മൈ ഫോൺ എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന് കാണാൻ പറ്റും. ചില ഫോണുകളിലൊക്കെ വേഷം എന്നായിരിക്കും, ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 4-5 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 4-5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ ഇവിടെ എഴുതി കാണിക്കുന്ന കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻ ഓണായി എന്നുള്ളത്. ആ ഡെവലപ്പർ ഓപ്ഷൻ ഓണായി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഓണായെന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടി ബാക്ക് ഒന്ന് അടിച്ചതിന് ശേഷം നിങ്ങൾ ആ സെറ്റിംഗ്സിന്റെ ഏറ്റവും താഴെ വരുമ്പോൾ അവിടെ സിസ്റ്റം എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെയാണ് കിടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ അത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. വലത്തോട്ട് തിരിച്ച് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ഫോണിന്റെ സ്ലോ എന്നുള്ള മാറ്റി നമുക്ക് നല്ല സ്പീഡായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 5x-ലോ 1.5x-ലോ ഒക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ 1x-ലോട്ട് മാറ്റുക. താഴെ ട്രാൻസിഷൻ എന്നുള്ളതും അത് നിങ്ങൾ 1x-ലോട്ട് മാറ്റുക. മൂന്നാമത്തെ ഓപ്ഷൻ അനിമേഷൻ സ്കെയിലും അതുപോലെ ബാക്കിയുള്ള അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ 1x-ലോട്ട് മാറ്റി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ചെയ്യുന്നുണ്ട്. ഈ അനിമേഷൻസ് എല്ലാം 3 നിങ്ങൾ 1x-ലോട്ട് മാറ്റിയതിന് ശേഷം ജസ്റ്റ് വീണ്ടും അതൊന്ന് ബാക്ക് അടിച്ച് താഴോട്ട് വരുമ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ വേറൊരു ഓപ്ഷനും കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലോ പ്രോബ്ലം മാറ്റി കിട്ടൂ. അതെന്താന്ന് വെച്ചാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്, അങ്ങനെ ആൾമോസ്റ്റ് ഓൺ പ്രോസസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ മാറ്റിയിട്ട് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്ന് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്, ചിലപ്പോൾ അവിടെ ഓൺ പ്രോസസ് എന്നായിരിക്കും കിടക്കുന്നത്. ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അവിടെ അത് നീല ബട്ടൺ ആക്കുക. നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അതായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ തുടക്കുന്ന ഒരു സൂത്രപ്പണിയാണ്. ഒരുമാതിരിപ്പെട്ട ആർക്കും ഇത് അറിയില്ല, ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അറിയാവുന്നവർ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കി വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ ഫോണ് വളരെ സ്പീഡായിട്ട് തന്നെ ഓരോ ആപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഭയങ്കര നല്ലൊരു സൂത്രപ്പണിയാണ്. അതിനകത്ത് എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല സ്പീഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ ഫോൺ നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടെ പറയുകയാണ്. ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കുറവാണ്. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചിട്ട് ആ ഫോളോ ബട്ടൺ നിർബന്ധമായി ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അനുഗ്രഹിക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. താങ്ക്